പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 11-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടെ കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 19 and 20 നാം ഇപ്രകാരം വായിക്കുന്നു. എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിസ്രയീമിന്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന സകല അത്ഭുതങ്ങളെ കൊണ്ടും അതിനെ ദണ്ഡിപ്പിക്കും. അതിന്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും. മോശയോട് ദൈവം ചില കാര്യങ്ങൾ അരുളി ചെയ്യുന്നതാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അതിന് നിദാനമായ കാരണങ്ങൾ നമുക്കേവർക്കും പരിചിതമാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമത്വത്തിൽ 430 വർഷം തികയ്ക്കുന്ന ആ രാത്രിയിൽ ദൈവം തന്റെ ജനത്തെ അവിടുന്ന് വിടുവിക്കേണ്ടതിനായി മോശയെ തിരഞ്ഞെടുക്കുന്നു. അതാണല്ലോ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ നാം കാണുന്നത്. അങ്ങനെ ദൈവിക തിരഞ്ഞെടുപ്പിൽ കൂടെ മോശയുടെ സംശയങ്ങൾ ദൈവത്തോട് ചോദിച്ച് ദൂരീകരിക്കുമ്പോൾ മോശയോട് ദൈവം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. 3 ദിവസത്തെ വഴിയേ ഉള്ളൂ, അതിന് വിട്ടയക്കണം. പക്ഷേ ദൈവം തന്നെ മോശയോട് പറയുകയാണ്, ഞാനൊരു കാര്യം അറിയുന്നു, ഭുജബലം കൊണ്ടല്ലാതെ ഫറവോൻ നിങ്ങളെ വിട്ടയക്കുകയില്ല. അവനവന്റെ അധികാരം കൊണ്ടും ശക്തി കൊണ്ടും നിങ്ങളെ പിടിച്ചടക്കും. അതുകൊണ്ട് അവനെ ജയിക്കണമെങ്കിൽ ഭുജബലം വേണം. അതുകൊണ്ട് നിങ്ങൾ കണ്ടുകൊള്ളുക, ഞാൻ എൻ്റെ കൈ നീട്ടി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കൈ നീട്ടി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് അവരെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങളെ ഫറവോൻ വിട്ടയക്കും. നമുക്ക് പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ കാണുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ 9 ബാധകൾ. ഇത് ആ മിസ്രൈമ്യ ഫറവോന്യ രാജ്യത്തെ പ്രധാനപ്പെട്ട മേഖലകളെ എല്ലാം ബാധിച്ചു. പക്ഷേ ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വീണ്ടും ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കിയെന്നാണ് വചനം വായിക്കുന്നത്. അങ്ങനെ 10ാമത്തെ ബാധ എന്ന് പറയുന്നത് നമ്മൾ പറയും സംഹാരദൂതനെന്ന് അല്ല. 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആ രാത്രിയിൽ നേരിട്ടിറങ്ങി. അങ്ങനെയാണ് ആവർത്തിച്ചെഴുതിയിരിക്കുന്നത്. ദൈവം ഇറങ്ങി. ദൈവം ഒരു ഇറക്കം ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതാ, ഫറവോന്റെ രാജകൊട്ടാരം മുതൽ തടവറയിൽ കിടന്ന തടവുകാരന്റെ വീട് വരെ ഒരുപോലെ അർദ്ധരാത്രിയിൽ നിലവിളി ഉയർന്നു.
ദൈവപ്രവൃത്തി 3-ാം അധ്യായത്തിൽ മോശയെ വിളിച്ചപ്പോൾ എന്തു പറഞ്ഞു അത് പൂർത്തീകരിക്കുകയാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ചെറിയ ചില ആലോചനകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, ചില നാളുകളായി പൈശാചികൻ അവന്റെ തന്ത്രത്താൽ നമ്മെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, ജോലിയിൽ, ബിസിനസ്സിൽ, ആത്മീയതയിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ശുശ്രൂഷകളിൽ ബന്ധിച്ച് കെട്ടിയിരിക്കുകയാണ്. അത് നമ്മാൽ ആവോളം നമ്മൾ നോക്കുന്നുണ്ട് ഒന്ന് പുറത്തു വരുവാൻ. എന്നെ കേൾക്കുന്ന അനേകർ എന്നോട് യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മ കൂടുന്നു, ആരാധന കൂടുന്നു, പക്ഷേ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല. ഒന്നൊന്നായി പിന്നാലെ വരികയാണ്. എന്നാൽ നമ്മളെ മുക്കിക്കളയുന്നുണ്ടോ? അതുമില്ല. എന്നാൽ വിമോചനമുണ്ടോ? അതുമില്ല. വല്ലാത്ത ഒരു അവസ്ഥയിൽ നാം നട്ടം തിരിയുകയാണ്. ഓർക്കണം, ഇപ്പോഴും അടിമത്വത്തിലാണ്. നമുക്ക് പുറത്തു വരുവാൻ പറ്റാതെ വണ്ണം നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. അത് മക്കളെ ആയിക്കൊള്ളട്ടെ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ ഭാവി, അവരുടെ വിവാഹം, അവരുടെ തലമുറ, ഭവനം, ആത്മീയം. കഴിഞ്ഞ നാളുകളിലെ പോലെ വചനമിരുന്ന് ഏകാഗ്രതയോടെ വായിക്കുവാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല. ഒരു കൂട്ടായ്മയ്ക്ക് പോയാൽ ആദ്യത്തെ 10 മിനിറ്റൊക്കെ വലിയ താല്പര്യത്തോടെ ഇരിക്കും, പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മനോനില മാറുന്നു, ചിന്തകൾ അകലുന്നു. നമ്മൾ അവിടെ അല്ല, ശരീരം മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് പോയാലും അതെ, പ്രാർത്ഥിക്കാനിരുന്നാലും അതെ. ഭക്ഷണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ചവറ് പോലെ വാരി കഴിക്കുന്നു എന്ന് മാത്രം. ഒന്നിലും നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. അതെ, ഇത് തന്നെയാണ് മിസ്രൈമിൽ ഇസ്രയേലിന്റെയും അവസ്ഥ. ഇതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നാം എന്തെല്ലാം ചെയ്താലും പറ്റുകയില്ല. ദൈവം മോശയോട് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടാൻ പോവുകയാണ്. നിങ്ങളൊന്ന് കാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന അത്ഭുതം. ഞാൻ ഫറവോനെ ദണ്ഡിപ്പിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് മേൽ പറയപ്പെട്ടതുപോലെയോ അല്ലാതെയോ ഏതുവിധ വിഷയത്തിൽ കൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്, ആ വിഷയത്തിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഓർക്കണം, ആ പൈശാചിക കരാള ഹസ്തത്തിൽ നിന്നും ഇതുവരെ നമുക്ക് പുറത്തു വരാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇനിയും എന്താണ് അതിന് പ്രതിവിധി? സഭ മാറുകയല്ല, വിശ്വാസ പ്രമാണം മാറുകയല്ല, ഓടി നടക്കുകയല്ല, എവിടെയും പോയി മുട്ടുമടക്കുകയല്ല, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയല്ല വേണ്ടത്. രഹസ്യമായും ഒളിഞ്ഞും പാത്തും ഓടി നടക്കുകയല്ല വേണ്ടത്. വേണ്ടത് ദൈവത്തിന്റെ കരം ഇടപെടണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് വ്യസനിക്കുന്ന കാരണം, കണ്ണുനീരിന്റെ കാരണം, സങ്കടത്തിന്റെ കാരണം, അത് മാറണമെങ്കിൽ തമ്പുരാന്റെ കരം നീളുക തന്നെ ചെയ്യണം. നാം താഴോട്ടുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി
ഫറവോന്റെ ശക്തിയെ ക്ഷയിപ്പിക്കത്തക്കവണ്ണം തമ്പുരാൻ 9 ബാധകളും അവസാനത്തേത് വായിക്കുകയും ദൈവപ്രവൃത്തി ചെയ്തെടുക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, നമ്മുടെ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ആണിപ്പാടുള്ള കരം നീട്ടിയാൽ തൽക്ഷണം ആ വിഷയത്തിന് മറുപടിയാകും. ദൈവം പറയാണ്, മോശേ, ഞാൻ അറിയുന്നു, എന്റെ കൈ നീട്ടി ഞാൻ അവരെ ദണ്ഡിപ്പിക്കും. അത് കഴിയുമ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും. ഇന്ന് ജീവജലം കേൾക്കുന്ന ഏവർക്കും ഒരു വിടുതലിന്റെ ദിനമാവട്ടെ. സ്വർഗത്തിലെ കരം നിങ്ങൾ കാത്തിരിക്കുന്ന, വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അതെന്തും ഏതും എവിടെയുമായിക്കൊള്ളട്ടെ, തമ്പുരാൻ കരം നീട്ടട്ടെ. ഹല്ലേലൂയ. അതിന്മേൽ വിടുതൽ തരട്ടെ. നിങ്ങൾക്കൊരു വലിയ വിമോചനം തമ്പുരാൻ അയക്കട്ടെ. അതെ, കർത്താവ് അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഇറങ്ങുവാൻ മതിയായവനാണ്. നോയിക്കാട്ട്, മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ കൊന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് 430 വർഷം തികയുന്ന ദൈവം പദ്ധതിയിട്ട ആ രാത്രിയിൽ വിടുതലയച്ച് മിസ്രൈമിൽ നിന്നും അക്കരെ കടത്തുവാൻ ദൈവം മതിയായവനാ. ഇന്ന് നിങ്ങൾ ഭാരപ്പെട്ട് വിഷമിച്ച് സങ്കടത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് ദൈവം ഒരു അറുതി വെച്ചിരിക്കുന്നു. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. നിങ്ങൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ആ സമയത്തേക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ഭവനത്തിലോട്ട് വചനവുമായിട്ട് അയക്കും. നമ്മള് 3-4 അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ ദൈവത്തിന് കോപം വന്നു മോശയോട്. കാരണം ദൈവം പറയുന്ന ഒന്നും മോശ അങ്ങോട്ട് ഉൾക്കൊള്ളാതെ മറുപടി പറയുകയാണ്. തന്റെ കുറവുകൾ, പോരായ്മകൾ എനിക്ക് പകരം എന്റെ സഹോദരനെ അയക്കണം. മോശ ഒരു കാര്യം മറന്നുപോയി. ഒരു എബ്രായ പൈതൽ ജനിക്കാൻ പാടില്ല എന്ന് നിയമമുള്ള സ്ഥാനത്താണ് ഹല്ലേലൂയ മോശയ്ക്ക് ജന്മം കൊടുത്ത്, മോശയ്ക്ക് വേണ്ട പരിചരണം കൊടുത്ത് ദൈവം വളർത്തി വലുതാക്കിയത്. ആ ദൈവം മോശയുടെ പരിധിയും പരിമിതിയും അറിയത്തില്ല എന്ന് മോശ ധരിച്ചോ? ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാ, കഴിവില്ലാത്തവനാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരാണ്? എന്താണ് പരിമിതി? എന്താണ്? നിങ്ങൾ ഏത് രാജ്യത്താണ്? ആ രാജ്യത്തിന്റെ പരിമിതി എന്താണ്? ഇതൊന്നും നമ്മൾ ബുദ്ധിമുട്ടി കർത്താവിനെ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ പിന്നാകാരമാകുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുൻപേ എന്നെയും നിങ്ങളെ കണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മള് പഠിപ്പിക്കാൻ ചെല്ലുന്നത്. ഇങ്ങോട്ട് പറയുന്നത് പ്രാർത്ഥനാപൂർവം അങ്ങ് കേട്ട് അനുസരിച്ചാൽ അനുഗ്രഹമാകും. നാം കാണുന്നുണ്ട്, ആ മോശയെ കൊണ്ട് ദൈവം നിയോഗിച്ച് ജനത്തെ പുറത്തുവിട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം നിശ്ചയിച്ച അവധി എത്തുമ്പോൾ തമ്പുരാൻ നിയോഗിച്ച് തിരഞ്ഞെടുക്കുന്ന ആളിനെ നിങ്ങളുടെ ഓഫീസിലോട്ട്, നിങ്ങളുടെ വീട്ടിലോട്ട്, നിങ്ങളുടെ മകന്റെ അടുക്കൽ, മകളുടെ അടുക്കൽ അയച്ചിരിക്കും. പക്ഷെ അന്നേരം ഫറവോനെ പോലെ അത് കേൾക്കുവാൻ, അനുസരിക്കുവാൻ തയ്യാറല്ല, കഠിന ഹൃദയമാണെങ്കിൽ ദൈവം അതിന് മറുവഴി കണ്ടോളും. കാരണം ദൈവം നിശ്ചയിച്ച ആ രാത്രിയിൽ
ഇസ്രായേൽ ജനം പുറപ്പെട്ടേ മതിയാവൂ. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ 11, 12 അധ്യായങ്ങളിൽ ദൈവം തന്നെ നേരിട്ടിറങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ഇറങ്ങേണ്ടടുത്ത് ദൈവം ഇറങ്ങും. ആ സമയത്ത് ഏത് ഫറവോനും പിടിവിട്ടു പോകും. എന്താ കാര്യം? തമ്പുരാൻ കൈ നീട്ടിയിരിക്കുകയാണ്. നിങ്ങളെ വിടത്തില്ല. നിങ്ങളുടെ നന്മ പിടിച്ചു കെട്ടി, നിങ്ങളുടെ ഓഫീസിലെ സ്ഥാനക്കയറ്റം, നിങ്ങൾക്ക് ലഭിക്കേണ്ട ജോലി, നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലത്തിലെ ഉയർച്ച, എന്തെല്ലാം വരേണ്ടത്, ശത്രു താൽക്കാലിക ഒരു ബ്രാക്കറ്റ് പീരീഡിൽ മാത്രമേ പിടിച്ചു വെക്കുവാൻ കഴിയുകയുള്ളൂ. അത് കഴിയുമ്പോൾ ഹല്ലേലൂയ, വലിയവന്റെ കരം ഇറങ്ങിയാൽ ഒരു ഫറവോനും ഹല്ലേലൂയ തന്റെ മക്കളെ തൊടുവാൻ കഴിയുകയില്ല എന്ന് ഇന്നത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ അസന്നിഗ്ധമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ഇത് നിങ്ങൾ പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ നടക്കും. നിങ്ങൾ ചില രോഗപ്രശ്നത്തിൽ കൂടെ പോവുകയാണോ? നിങ്ങൾ ചില റിപ്പോർട്ടുകൾ കാത്തിരിക്കുകയാണോ? നിങ്ങൾ കേട്ട വാർത്തകൾ വേദനാജനകമായേക്കാം. പക്ഷേ ആ വാർത്തയെ മാറ്റിത്തരുവാൻ സ്വർഗത്തിലെ കൈ നീട്ടി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവ് ഇന്നും മതിയായവനാണ്, ശക്തനാണ്. അതെ, വലിയവനായവൻ എനിക്ക് വലിയവ ചെയ്തു. ഹല്ലേലൂയ, അവന്റെ നാമം പരിശുദ്ധം തന്നെ. ആ ദൈവം എന്നെയും നിങ്ങളെയും മാനിക്കട്ടെ, വിടുവിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് ആ കരം നമ്മുടെ മേലിൽ നിന്ന് നീട്ടി അത്ഭുതം പ്രവർത്തിച്ച് നമ്മളെ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരട്ടെ. നാം പുതിയ നിയമത്തിൽ സുവിശേഷം പഠിക്കുമ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, ചില ബന്ധനങ്ങളെ അഴിച്ചുവിട്ടുകൊണ്ട് അബ്രഹാമിന്റെ മകളായ ഇവളെ കഴിഞ്ഞ 18 സംവത്സരമായി പിശാച് കെട്ടിയിരിക്കുന്ന ഈ കൂൻ എന്ന പിശാചിന്റെ കെട്ടിൽ നിന്നും ഞാൻ ഇവളെ അഴിച്ചുവിടേണ്ടതല്ലയോ? യെസ്, ചില ബന്ധനങ്ങൾ, ചില കെട്ടുകൾ തമ്പുരാൻ തൊട്ട് അഴിക്കട്ടെ. ഇന്ന് ഒരു വിടുതലിന്റെ ദിനമാവട്ടെ, അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ. തമ്പുരാൻ നമുക്ക് വേണ്ടി കരം നീട്ടുന്ന ദിനമാവട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പുത്തൻ വർഷത്തിന്റെ പുത്തൻ മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് അവിടുന്ന് ഞങ്ങളെ എത്തിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. പിശാച് ഞങ്ങളുടെ മേൽ പലവിധ തന്ത്രങ്ങൾ പ്രയോഗിച്ച് അധികാരവും അവകാശവും വെക്കുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ അറുത്ത് കളയുവാൻ, എന്നേക്കുമായി ഞങ്ങളെ അവന്റെ കെട്ടിൽ നിന്ന് വിമോചിക്കുവാൻ അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടുന്നതിനായി സ്തോത്രം. 430 വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്റെ ജനത്തെ വിടുവിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയെ കെട്ടുവാൻ ഒരു ഫറവോനും കഴിയാത്ത വിധം സ്വർഗത്തിലെ കരം നീട്ടി വിടുവിച്ചത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ആ വചനത്തിൽ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, ആശ്രയിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നിലകളിൽ വിടുവിക്കണം. അവിടുത്തെ വലിയ വിടുതലിന്റെ സ്പർശനം അനുഭവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. എല്ലാ നന്മകളാലും നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നാം പുറപ്പാട് പുസ്തകത്തിൽ വായിച്ച് കേട്ട ആ ദൈവം 2025 ജനുവരി 11 ശനിയാഴ്ചയും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം തന്റെ അത്ഭുതത്തിന്റെ കരം നമുക്ക് വേണ്ടി നീട്ടുവാൻ മതിയായവനും വിശ്വസ്തനുമാണ്. ആകയാൽ ആ കരം ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ നീട്ടി വിടുതലയക്കട്ടെ, സൗഖ്യം തരട്ടെ, വിമോചനം നൽകട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ, കരുതൽ, ആശ്വാസം
നാം ഏവരോടും കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.